ഹായ് ഹലോ. അപ്പോൾ ദേ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ അച്ഛനും മക്കളൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ. ഇന്ന് മാതുക്കുട്ടിക്ക് സ്കൂളിൽ ആനുവൽ ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഉച്ചയായിട്ട് പോയാൽ മതി. അപ്പോൾ ദേ ഞാൻ രാവിലെ തന്നെ പല്ലൊക്കെ തേച്ചു. പല്ല് തേച്ചിട്ട് നേരെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. എനിക്ക് രാവിലെ അടുക്കള വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിലുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം കഴുകാണ് കേട്ടോ. ഒരുപാട് പാത്രം കഴുകാൻ കാണും. വൈകിട്ട് കഴുകി വെച്ചെങ്കിലും രാവിലെ ഒരുപാട് പാത്രം കഴുകാൻ കാണും. അമ്മ ഇവിടെ രാവിലെ ചായക്കുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളിന് അവധിയൊക്കെ ആയതുകൊണ്ട് ലേറ്റായിട്ടാണ് എല്ലാവരും എഴുന്നേറ്റിട്ടുള്ളത്. അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ട് വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു പട്ടിയുണ്ട്. അപ്പോൾ രാവിലെ പട്ടിക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. അപ്പോൾ അതിന് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് ഞാൻ നേരെ കാപ്പി കുടിക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണഗതിയിൽ അല്ലിക്കുട്ടി എൻ്റെ കൂടെ രാവിലെ എഴുന്നേക്കുന്നതാണ്. ഇന്ന് പുള്ളി കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എഴുന്നേറ്റത്. ചുമ്മാതെ ഞാൻ മുറിയിലോട്ട് വന്ന് നോക്കിയതേ ഉള്ളൂ. അപ്പോഴത്തേനും എന്തെങ്കിലും നമ്മുടെ അല്ലിക്കുട്ടി എഴുന്നേറ്റ് വന്നു. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് പറ. ചിരിച്ചു കാണിച്ചു. ഗുഡ് മോർണിംഗ്. അല്ലിക്കുട്ടി എഴുന്നേറ്റ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മാതുക്കുട്ടി വന്നതേ കാപ്പി കുടിക്കാണ് കേട്ടോ. ആൾക്ക് രാവിലെ എഴുന്നേറ്റ കാപ്പി നിർബന്ധമാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ മൂവർ സംഘം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചേട്ടൻ്റെ മോനാണ് ആ കാണുന്നത്. അവൻ്റെ പിറന്നാളാണെന്ന് കേട്ടോ. അതിൻ്റെ ചെറിയ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കി ഇഡലി സാമ്പാറുമാണ്. സാമ്പാർ അമ്മ ഇങ്ങോട്ട് നോക്കാമേ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം കഴിക്കുന്നത് മിക്ക ദിവസങ്ങളിലും അല്ലിക്കുട്ടി ആയിരിക്കും കേട്ടോ. അവൻ രാവിലെ അപ്പ ഒന്നും പറഞ്ഞു വരും. അപ്പോൾ ഇഡ്ഡലി സാമ്പാറും ഒക്കെ അവന് കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചെയറിനൊരു ടേബിളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ വെച്ച് കഴിക്കാനായിട്ടുള്ള. അത് പൊട്ടിപ്പോയി, അല്ലെങ്കിൽ തന്നെ അതിൽ വെച്ച് കഴിച്ചോളും. അല്ലുവിനാണെങ്കിലും മാധുവിനാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഉച്ചക്കത്തെ ചോറാണെങ്കിലും വൈകിട്ടത്തെ കഞ്ഞിയാണെങ്കിലും എല്ലാം തന്നെ കഴിക്കുന്നതിനോടാണ് കേട്ടോ താല്പര്യം. ഞാനിങ്ങനെ വാരി കൊടുക്കാൻ ചെന്നാലും വേണ്ട, ഞാൻ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് തന്നെ കഴിക്കുന്നതാണ് രണ്ടുപേർക്കും ഇഷ്ടം. ഇതിനിടയ്ക്ക് വിഷ്ണുവേട്ടൻ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ, ജോലിക്ക് പോകാനായിട്ട്. അപ്പോൾ വിഷ്ണുവേട്ടനെ കഴിക്കാനായിട്ട് ഇഡ്ഡലി സാമ്പാറൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു കാപ്പിയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ബ്രൂ കാപ്പിയാണ് കൂടുതൽ ഇഷ്ടം. ചായയോട് വലിയ താല്പര്യമില്ല, കുടിക്കും, എന്നാലും കൂടുതൽ ഇഷ്ടം ബ്രൂ കാപ്പിയാണ് കേട്ടോ. അപ്പോൾ ബ്രൂ കാപ്പിയും കൂടെ ഞാൻ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി ഇതേ ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് കഴിക്കുവാണ്. അപ്പോൾ അതേ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ റെഡിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ 3 പേരും കൂടെ അതേ കട്ടിലേ ഭയങ്കര കളിയാണ്. ഞാൻ എല്ലാം മടക്കിയൊക്കെ വെച്ചതാണ് രാവിലെ. പക്ഷേ 3 പേരും കൂടെ വന്ന് പിന്നെ അതെല്ലാം ഇട്ടുണ്ട്. കുറച്ച് ദിവസം മുമ്പ് വാങ്ങിച്ച ബീൻസ് ആണ് കേട്ടോ. അതപ്പോൾ ചെറുതായിട്ട് നഴുക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നാരും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാനതങ്ങ് അങ്ങനെ തന്നെ അതിൻ്റെ തഴുക്കൊക്കെ കളഞ്ഞിട്ട് ഫ്രിഡ്ജ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ കുറച്ച് പയറും കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. അതും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ചേച്ചി അത് തോരന് വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ചാണ് കേട്ടോ ഇവിടെ താമസിക്കുന്നത്. പിന്നെ ഞാൻ കഴിക്കാനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലി സാമ്പാറും കാപ്പിയൊക്കെ ഞാനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനും കഴിക്കുന്ന സമയത്ത് പിള്ളേരൊന്നും അടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫോണിലൊക്കെ തോണ്ടിക്കൊണ്ടാണ് കേട്ടോ കഴിക്കുന്നത്. പിള്ളേർ 3 പേരും TV കാണാനായിട്ട് അപ്പുറത്ത് പോയിരിപ്പുണ്ട്. ഞാൻ മിക്ക സമയത്തും രാവിലത്തെ ഫുഡ് കഴിക്കുമ്പോൾ ഏകദേശം 11 മണിയൊക്കെ ആകും കേട്ടോ. അപ്പോൾ അതേ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചേച്ചി അരിഞ്ഞ് വെച്ചിരുന്ന ആ പയറ് ഞാൻ തോരൻ വെക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അതേ തോരന് അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങായും ഒക്കെ ചതച്ചിട്ട് എല്ലാം അരപ്പൊക്കെ ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ച് തോരനൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മെഴുക്കുവരട്ടിയെക്കാട്ടി കൂടുതൽ ഇഷ്ടം തോരനാണ് കേട്ടോ. അതുമല്ല മെഴുക്കുവരട്ടി ആകുമ്പോൾ ഒരുപാട് എണ്ണയൊക്കെ ആകുമല്ലോ. ഇവിടെ മിക്ക ആൾക്കാർക്കും കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് പകരം കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ തോരനാണ് കേട്ടോ വെക്കുന്നത്. തോരനാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടവും. അപ്പോൾ അതേ തോരനൊക്കെ വേവിക്കാൻ ഞാൻ വെച്ചിട്ട് ഞാൻ അടുത്ത പണിയിലേക്ക് പോവുകയാണ് കേട്ടോ. പിള്ളേരുടെ അടുത്ത് ഞാൻ കൂടുതൽ വഴക്കുണ്ടാക്കുന്നതും അവരെ കൂടുതൽ വഴക്ക് പറയുന്നതും കുളിക്കാൻ വിളിച്ചിട്ട് വരാത്തപ്പോഴാണ് കേട്ടോ. അപ്പോൾ കുളിക്കുന്നത് ഇവർക്ക് വലിയ ടാസ്ക്കാണ്. അല്ലിക്കുട്ടിക്ക് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മാധുവിനെ ഇങ്ങോട്ട് വിളിച്ചാൽ മാധു അങ്ങോട്ട് ഓടും. അപ്പോൾ അതേ അല്ലിക്കുട്ടി ഞാൻ കുളിപ്പിക്കുകയാണ് കേട്ടോ. ഞാൻ മിക്ക ദിവസങ്ങളിലും ബാത്റൂമിൻ്റെ അകത്ത് വെച്ച് തന്നെ ആയിരിക്കും കുളിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് നിർത്തി കുളിപ്പിച്ചതാണ്. അതിൽ 2 പേര് എണ്ണയൊക്കെ തേച്ച് നിർത്തിയതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറക്കിയായിരുന്നു 2 പേര്. അപ്പോൾ അതേ അല്ലിക്കുട്ടിയാണ് ഞാൻ ആദ്യം കുളിപ്പിച്ചത് കേട്ടോ. ഞാൻ ഈ അലക്കുകയിൽ നിർത്തി കുളിപ്പിച്ചാലും അവന്മാർ കുളിക്കുന്നതിലും കൂടുതൽ വെള്ളം എൻ്റെ ദേഹത്തായിരിക്കും വീഴുന്നത്. അത് നിലത്ത് നിർത്തിയാലും അലക്കുകയിൽ നിർത്തിയാലും അങ്ങനെ ആയിരിക്കും കേട്ടോ. ഞാൻ കുളിച്ച പോലെ തന്നെ ആയിരിക്കും അവന്മാരെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതേ അലക്കയിലാണെങ്കിലും ഞാൻ ശ്രദ്ധിച്ചൊക്കെ തന്നെയാണ് കേട്ടോ കുളിപ്പിക്കുന്നത്, വീഴാതെ. അപ്പോൾ അല്ലിക്കുട്ടിയെ കുളിപ്പിച്ച് അവനെ ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് അകത്ത് കൊണ്ടുപോയിട്ട് പിന്നെ മാധുവിനെ പിടിച്ച് തന്നെ കുളിപ്പിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ട്. മാധു ആണെങ്കിൽ ഭയങ്കര മേടാണ്, നിൽക്കത്തേ ഇല്ല. അവനെ ഇങ്ങനെ കളിച്ച് നടക്കണം. കുളിക്കാൻ ഇപ്പം വരാറേ ഇല്ല. കുഞ്ഞിലെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കുളിക്കാൻ വരാൻ. ഇപ്പം വിളിച്ചാൽ വരാറേ ഇല്ല. അങ്ങനെയെങ്കിലുമൊക്കെ ഒരു വിധത്തിൽ അതാണ്ട് കുളിപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ടൊരു 1:30 ആയിട്ട് മാധുവിന് ഇന്ന് സ്കൂളിലെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് കുളിപ്പിച്ചത്. അല്ലിക്കുട്ടി തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയിട്ട് ചോറൊന്നും ഉണ്ണാൻ നിന്നില്ല കേട്ടോ. പുള്ളി കിടന്നങ്ങ് ഉറങ്ങിപ്പോയി.
ഉച്ചയ്ക്ക് ചെറിയൊരു പിറന്നാൾ സദ്യ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ് കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഏത്തക്ക പച്ചടിയുണ്ട്, പിന്നെ രാവിലെ വെച്ച തോരനുണ്ടല്ലോ അതുണ്ട്, പിന്നെ പപ്പടമുണ്ട്, പിന്നെ രാവിലെ നമ്മൾ ഇഡലിക്ക് വെച്ചിരുന്ന സാമ്പാറുണ്ട്, പിന്നെ ചേച്ചി കുറച്ച് സേമിയ പായസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ചേട്ടന്മാർ രണ്ടും കൂടെ ഇലക്കകത്തൊക്കെ ചോറൊക്കെ ഇട്ട് കഴിക്കുകയാണ്. സാധാരണ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ 3 പേരോട് ഒരുമിച്ചിരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. പക്ഷേ അല്ലിക്കുട്ടി നേരത്തെ ഉറങ്ങിപ്പോയതുകൊണ്ട് പിറന്നാളുകാരനും അനിയനും കൂടി ഇരുന്ന് ചോറൊക്കെ ഉണ്ണുകയാണ്. അത് കഴിഞ്ഞിട്ട് മാധുക്കുട്ടിയെ സ്കൂളിലോട്ട് പോകാനായിട്ടുള്ള റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പം ഇവരുടെ 21st ആനുവൽ ഡേ ആണ്. അപ്പോൾ അതിന് പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പം മാധുവിൻ്റെ ക്ലാസ്സിൽ നിന്ന് ആക്ഷൻ സോങ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡ്രസ് കോഡൊക്കെയാണിത്. അങ്ങനെ അവനെ സ്കൂളിലൊക്കെ വിട്ടു. വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും അല്ലിക്കുട്ടിയൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി അല്ലിക്കുട്ടിയെ ചോറൊക്കെ ഉണ്ണിപ്പിക്കാനുള്ള പരാക്രമമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ആൾക്ക് ഞാൻ പറഞ്ഞില്ലേ തന്നെ വാരി കഴിക്കുന്നതാണ് ഇഷ്ടം. എന്നാലും ഞാൻ കയ്യിലൊക്കെ ഉരുട്ടി വെച്ചാണ് കേട്ടോ കൊടുക്കുന്നത്. വായി വെക്കാൻ മുള്ളി സമ്മതിക്കത്തില്ല. പിന്നെ എനിക്ക് തൂത്തൊക്കെ വയറുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി. ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം അല്ലിക്കുട്ടിയുടെ സ്കൂളിൽ പ്രോഗ്രാമാണ്, ആനുവൽ ഡേ ആണ്. അപ്പം അതിന് ഒരു 3:30-4 മണിയൊക്കെ ആകുന്ന സമയത്ത് പോകണം അങ്ങോട്ട്. അപ്പം ഞാൻ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി കഴിക്കണം. കഴിച്ചിട്ട് 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും ചേട്ടൻ വരും. അപ്പം അങ്ങോട്ട് പോകണം. അവനെ നമ്മൾ നേരത്തെ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോൾ പോയി കഴിച്ചിട്ട് വരാം. അപ്പം മാധുവിനെ സ്കൂളിലോട്ട് വിടാനായിട്ട് ഉച്ചയ്ക്ക് വിഷ്ണുവേട്ടൻ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം വിഷ്ണുവേട്ടൻ ചോറൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ചോറൊക്കെ കൊണ്ടിട്ട് ബാക്കി ചോറൊക്കെ വെച്ചിട്ട് എന്നോട് പറഞ്ഞു നീ ഇത് ബാക്കി കഴിച്ചോണോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്ലേറ്റ് ഞാനും ചോറെടുത്തു. പിന്നെ ചോറൊക്കെ കൊണ്ടിട്ട് അതിനോട്ട് തന്നെ ഞാൻ കുറച്ച് സേമിയ പായസം കൂടെ എടുത്തിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ സ്കൂളിലോട്ട് പ്രോഗ്രാം ഒക്കെ കാണാനായിട്ട് പോയി. കോപ്പിറൈറ്റിന് ഇഷ്യൂ വരുന്നത് കൊണ്ട് എനിക്ക് ഒറിജിനൽ പാട്ട് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ട്യൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കാണ്. പിള്ളേരെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. കുഞ്ഞുങ്ങളെല്ലാവരും സ്റ്റേജ് ഫിയറും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പെർഫോമൻസ് ഉണ്ടായിരുന്നു പിള്ളേരുടെ. എല്ലാം കൂടെ എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാഞ്ഞോണ്ടാണ് കേട്ടോ ഞാൻ ഇടാഞ്ഞ്. അത് മാത്രമല്ല ഒറിജിനൽ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴത്തേനും എനിക്ക് കോപ്പിറൈറ്റിന് ഇഷ്യൂ വരുന്നത് കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ മാത്രമേ ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അതേ എവിടെ പോയാലും 2 പേർക്ക് സ്നാക്സ് ഒക്കെ വേണമല്ലോ. അങ്ങനെ വിഷ്ണുവിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ഒരു കുഞ്ഞ് കടയൊക്കെ ഉണ്ട്. അപ്പോൾ ആ കടയിൽ നിന്ന് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ട് വന്ന് 2 പേരും കഴിച്ചു കേട്ടോ. അല്ലിക്കുട്ടി അങ്ങനെ അധികം കഴിച്ചില്ല. 2 പേർക്കും പനിയുടെ പ്രശ്നങ്ങൾ എപ്പോഴും വരുന്നത് കൊണ്ട് നന്നായി നല്ല തണുപ്പ് പോയ ഐസ്ക്രീമാണ് കേട്ടോ കൊടുത്തത്. എപ്പോൾ കണ്ടാലും 2 പേർക്കും വഴക്കാണ് ഐസ്ക്രീം കണ്ടാൽ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ അതിലെല്ലാം ഓടിച്ചാടി നടക്കുകയാണ് കേട്ടോ. ഇത്രയും ചെറിയ പിള്ളേരെ നന്നായിട്ട് ഡാൻസ് ഒക്കെ പഠിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് പെൺപിള്ളേരുടെ മാത്രം പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. നല്ല പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും ഒരേപോലെ എന്നൊക്കെ കളിക്കാനായിട്ടൊക്കെ നോക്കിയിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു 2ാം ക്ലാസ്സിലെ കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ പെർഫോമൻസ് ഒക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറുതായിട്ട് പുറത്തോട്ട് ഇറങ്ങി. അവിടെ അടങ്ങിയിരിക്കാത്തത് കൊണ്ട് 2 പേരെയും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഏത് സ്ഥലത്ത് ചെന്നാലും കുറച്ച് പേരൊക്കെ അടങ്ങിയൊക്കെ ഇരിക്കുക. അത് കഴിയുമ്പോൾ തന്നെ 2 പേരും അവരുടെ തനി സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങും. അടങ്ങിയിരിക്കത്തില്ല. പിന്നെ ഞങ്ങൾ 2 പേരും 2 പേരുടെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഞങ്ങൾ ഇവിടെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് സാധനം വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. ക്രിസ്മസ് കാലയളവിൽ വൈദിക സംബന്ധങ്ങൾ അച്ഛൻ നമ്മുടെ ശാസ്ത്രീകരിച്ച് ഇവിടെ കൃത്യമായ കൃത്യസമയത്ത് എത്തിക്കുകയും നമുക്ക് അപ്പുറം പറയാം ഇപ്പത്തെ പ്രോഗ്രാം ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ വൈക്കം വിജയലക്ഷ്മി വരാനൊന്നും ആയിട്ടില്ല. ഞങ്ങൾക്ക് അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. അപ്പൊ ഞങ്ങള് പുറത്തു വരെ പോയിട്ട് വൈക്കം വിജയലക്ഷ്മി വരുമ്പോ ഞങ്ങൾ ഒന്നും കൂടെ തിരിച്ചു വരുന്നതായിരിക്കും. ലേസ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണേ. ലേസ് കഴിക്കല്ലെന്ന് പറഞ്ഞ പുള്ളി കേൾക്കാറില്ല. അതിന് എവിടെ ലേസ് കണ്ടാലും അന്നേരം വേണം.
സാന്നിധ്യം കൊണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത് വൈക്കം വിജയലക്ഷ്മിയാണ് കേട്ടോ പാട്ടൊക്കെ പാടുന്നത്. അപ്പോൾ പുള്ളിക്കാരിയെ കാണാണ്ടാണ് ഞങ്ങൾ മെയിനായിട്ട് ഇത്രയും നേരം ഇവിടെ നിന്നത്. പക്ഷേ വരാൻ കുറച്ചുകൂടി ലേറ്റ് ആകും. അങ്ങനെ ഞങ്ങൾ വണ്ടിയെ കയറിയിട്ട് ഞങ്ങളുടെ കാർ എടുക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ വീട് അതിനടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ കാർ എടുത്തിട്ട് ഞങ്ങള് വിജയലക്ഷ്മി വരാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സമയത്ത് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കറങ്ങിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങള് ഇപ്പൊ ഏത് സ്ഥലം വന്നിട്ട് തിരുവല്ലായ വരെ പോകുന്നില്ല, അവിടെ എവിടെയെങ്കിലും ഒക്കെ പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരും. അപ്പൊ കുറച്ചു നേരം കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് സ്കൂളിലോട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ വന്നിട്ട് ഇനി വിജയലക്ഷ്മിയെ കാണാനായിട്ടുള്ള വെയിറ്റിംഗിലാണ്. അപ്പൊ ഞങ്ങള് ചെറുതായിട്ട് വണ്ടിക്കകത്തിരുന്നൊന്ന് കറങ്ങിയിട്ടൊക്കെ വേണ്ട തിരിച്ച് പിന്നെ സ്കൂളിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വൈക്കം വിജയലക്ഷ്മി വന്നിട്ടുണ്ട്, പക്ഷെ പ്രോഗ്രാം തുടങ്ങിയിട്ടില്ല. ഞങ്ങളിത് വെയിറ്റിംഗ് ആണ്. രണ്ടുപേർക്ക് നന്നായിട്ട് ദേഷ്യം വരാൻ തുടങ്ങിയിട്ടുണ്ട്. രണ്ടുപേരും അവരുടെ തനി സ്വഭാവമൊക്കെ പുറത്തെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ കടയുള്ളതുകൊണ്ട് ലേസൊക്കെ വേണമെന്നുണ്ട് ഭയങ്കര ബഹളമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ അടുത്തുള്ളൊരു കുഞ്ഞാണ് കേട്ടോ. അപ്പോൾ അതിന് ഉമ്മയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലിക്കുട്ടി. അപ്പോൾ ഇത് അവിടുത്തെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്രിസ്മസ് പാപ്പയെ കാണാൻ നല്ല രസമില്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഇനാഗുറേഷൻ്റെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെയാണ്. പ്രോഗ്രാമൊക്കെ തുടങ്ങാറായപ്പോഴത്തേനും നല്ല തിരക്കും ഉണ്ടായിരുന്നേ. ദിനേശ് കുമാർ സർ, മറ്റ് വൈദിക ശ്രേഷ്ഠന്മാർക്ക്, സിസ്റ്റേഴ്സ്, പ്രിൻസിപ്പൽ, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾക്കും വിദ്യാർത്ഥിനികൾക്കും എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിച്ചുകൊണ്ട് ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വിദ്യാഭ്യാസ കാലം മാക്സിമം എൻജോയ് ചെയ്യുക. എല്ലാവരും എൻജോയ് ചെയ്ത് നന്നായി പഠിക്കുക. അത് മാത്രമല്ല ഏത് കലയിലും ആയാലും അതിലൂടെ ഉയരുക. പിന്നെ മാതാപിതാക്കൾ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഘോഷം ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. വിദ്യാർത്ഥിനികൾക്കും എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിച്ചുകൊണ്ട് ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വിദ്യാഭ്യാസ കാലം മാക്സിമം എൻജോയ് ചെയ്യുക. എല്ലാവരും എൻജോയ് ചെയ്ത് നന്നായി പഠിക്കുക. അത് മാത്രമല്ല ഏത് കലയിലും ആയാലും അതിലൂടെ ഉയരുക. പിന്നെ മാതാപിതാക്കൾ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്
അങ്ങുവാനക്കോണിൽ നിന്നുള്ള ആ ഒരു പാട്ട് ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഇല്ലായിരിക്കും കേട്ടോ. എനിക്കും അതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരു പാട്ട്. ആ ഒരു പാട്ട് പാടിയ ആൾ തന്നെ നമുക്ക് നേരിട്ട് പാടി തരുമ്പോൾ ഒരു ഭയങ്കര ഫീലല്ലേ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. അപ്പോൾ കുറേ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ അവിടുത്തെ പിള്ളേരുടെ പ്രോഗ്രാമൊക്കെ ആയിരുന്നു കേട്ടോ. പിള്ളേർ ഭൈരവൻ പാട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ പാട്ടുണ്ടായിരുന്നു. അതും നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. ഒരു നാടൻ പാട്ട് രീതിയിലൊക്കെ ഉള്ളൊരു നല്ലൊരു പാട്ടായിരുന്നു കേട്ടോ അത്. അങ്ങനെ എല്ലാ പ്രോഗ്രാമും ഒന്നും കാണാനായിട്ട് ഞങ്ങൾ നിന്നില്ല കേട്ടോ. ഇവന്മാരെ കൊണ്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങി പോരുന്നു. ശരിക്കും ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞത് 9:30-10 മണിയൊക്കെ ആയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ കുറേ നേരം അവിടെ നിന്നിട്ട് നേരെ അങ്ങ് വീട്ടിലോട്ട് പോരുമായിരുന്നു കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതേ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നത് എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ വീടിന് അവിടെ നിന്ന് കുറച്ച് പോയാൽ മതി എൻ്റെ വീട്ടിലോട്ട്. അപ്പം ഞങ്ങളിന്ന് വന്നത് എൻ്റെ വീട്ടിലോട്ടാണ്. പിന്നെ ഇപ്പം സ്കൂൾ വെക്കേഷൻ അല്ലേ, അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇനി 3-4 ദിവസം ഇവിടെ കാണും. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വന്നു കഴിഞ്ഞിട്ട് അല്ലിക്കുട്ടി എപ്പോഴും ഇവിടെ എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പേരമ്മയുടെയും പേരപ്പന്റെയും കൂടാണ് അവര്. സോറി, അല്ലിക്കുട്ടിയല്ല, മാതുക്കുട്ടി. അപ്പം മാതു കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് മേലൊക്കെ കഴുകി അവരുടെ അടുത്ത് കിടക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ അവരോടാണ് കിടക്കുന്നത്. അപ്പൊ പേരപ്പൻ മാധുവിനെ കൊണ്ട് പോയേ ഇവൻ കിടന്ന് കരയുന്നത്, പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഇനിയും അല്ലിക്കുട്ടിയെയും ഉറക്കി കിടത്താൻ പോവാണ്. ഇവന്മാര് വന്നു കഴിഞ്ഞിട്ട് സന്ധ്യക്ക് ഭയങ്കര ഉറക്കമായിരുന്നു. അതുകൊണ്ട് ഇനി രാത്രി ഉറക്കം ഭയങ്കര പാടായിരിക്കും. ലേറ്റ് ആയിട്ടേ ഉറങ്ങത്തുള്ളൂ. എന്താണേലും കിടത്തി ഉറക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. അപ്പം എന്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ള ഒരു അഭിപ്രായം കൂടെ പറയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡെയിലി വ്ലോഗും ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാം ഇനിയും. അപ്പം അത്രേ ഉള്ള. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ടാറ്റാ. ടാറ്റാ.